നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന പാഠമാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 3യിലെ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ അതിലെന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് അതിൻ്റെ ഹെഡിങ്? എ സൂതിങ് സോങ്. എ സൂതിങ് സോങ്. അതിലെന്താണ് പറയുന്നത് നോക്കാം. ഇൻ റഷ്യ ദർ ലീവ്ഡ് എ റിച്ച് മെർച്ചന്റ്. He had a servant, a bright and brave boy called Ivan. The merchant was a cruel man. He made Ivan toil from dawn to dusk. Ivan had no time to rest. എന്താണ് പറയുന്നത്? റഷ്യയിൽ ഒരു സമ്പന്നനായ വ്യാപാരി ഉണ്ടായിരുന്നു അല്ലേ? അദ്ദേഹത്തിന് ഒരു വേലക്കാരൻ ഉണ്ടായിരുന്നു, ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. ആ കുട്ടി വളരെ ബ്രൈറ്റ് ആയിരുന്നു, ബ്രേവ് ആയിരുന്നു, ബുദ്ധിമാനായിരുന്നു. അവൻ്റെ പേരായിരുന്നു ഇവാൻ. നല്ല ബുദ്ധിയും ബുദ്ധിമാനായിട്ടുള്ള നല്ല തെളിഞ്ഞ ചിന്തകളൊക്കെ ഉള്ള നല്ലൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ഇവാൻ. ദ മെർച്ചൻ്റ് വാസ് എ ക്രൂവൽ മാൻ. അത് മെർച്ചൻ്റ്, ആ വ്യാപാരി ഒരു ക്രൂരനായിരുന്നു. ഹീ മെയ്ഡ് ഇവാൻ ടോയിൽ ഫ്രം ഡൗൺ ടു ഡെസ്ക് അല്ലേ? അയാൾ അവനെ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യും? പണിയെടുപ്പിക്കുമായിരുന്നു. ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ് ചെയ്യാൻ ഒരു സമയവും കൊടുത്തിരുന്നില്ല. അപ്പോൾ റഷ്യയിലെ മെർച്ചൻറ്റിൻ്റെ വേലക്കാരനായിരുന്നു ഇവാൻ. ഇവാൻ എന്ന് പറയുന്ന കുട്ടി വളരെ ബ്രൈറ്റും ബ്രില്യൻറ്റും ആയിരുന്നു. പക്ഷേ മെർച്ചൻ്റ് വളരെ ക്രൂരനായിരുന്നു. അയാൾ അവനെ കൊണ്ട് രാവും പകലും പണിയെടുപ്പിക്കുമായിരുന്നു. റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കൊടുത്തിരുന്നില്ല. അടുത്ത എന്താ പറയുന്നത്? ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക് ഇവാൻ വുഡ് ലൈ ഓൺ ഹിസ് ബെഡ് അല്ലേ? ജോലി ചെയ്ത് ക്ഷീണിച്ച് രാത്രി എന്ത് ചെയ്യും? ഇവാൻ കിടക്കാൻ പോകും. ആ സമയത്ത് ദെൻ എ നൈറ്റിൻഗേൾ വുഡ് സ്റ്റാർട്ട് സിംഗിങ് സ്വീറ്റ് സോങ് ടു ഹിം. അപ്പോൾ ഒരു വാനമ്പാടി, ഒരു രാപ്പാടി എന്നൊക്കെ പറയാം. ആ കിളി എന്ത് ചെയ്യും? അവന് വേണ്ടി നല്ലൊരു പാട്ട് പാടും. എവറി നൈറ്റ് ദ നൈറ്റിൻഗേൾ യൂസ്ഡ് ടു സിംഗ് ഫോർ ഹിം. എല്ലാ രാത്രിയും ഈ രാപ്പാടി ഇവാനു വേണ്ടി പാട്ടുപാടുമായിരുന്നു. ഹി കുഡ് നെവർ സീ ദ നൈറ്റിൻഗേൾ ആസ് ഇറ്റ് വാസ് ഡാർക്ക് ഔട്ട്സൈഡ് അല്ലേ? സോങ് സൂത്ഡ് ഹിം ടു സ്ലീപ്പ് അല്ലേ? പക്ഷേ ആ രാപ്പാടിയുടെ പാട്ട് കേട്ട് അവൻ സുഖമായി അങ്ങനെ ഉറങ്ങുമായിരുന്നു. വാട്ട് എ ലവ്ലി സോങ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് സിംഗ്, ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ് സോങ്? I wish I could understand the language of words, ഇവാൻ വുഡ് തിങ്ക് അല്ലേ? അതായത് എത്ര മനോഹരമായിട്ടാണ് നൈറ്റിൻഗേൾ പാട്ട് പാടുന്നത്. എന്ത് നല്ല പാട്ടാണ്! എന്താണ് അതിൻ്റെ അർത്ഥം? ഒപ്പം തന്നെ പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇവാൻ ചിന്തിച്ചിരുന്നു. അപ്പം അതിൻ്റെ താഴെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ഡിഡ് ഇവാൻ വിഷ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്? ഹാവ് യു എവർ ലിസൺ ടു ദ സോങ് ഓഫ് ദി നൈറ്റിൻഗേൾ? ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. അടുത്ത പറയുന്നത് ലിറ്റിൽ ബേർഡീസ്. നോക്കൂ, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? വൺ ഡേ ദ മെർച്ചന്റ് സെൻഡ് ഇവാൻ ടു ദ ഫോറസ്റ്റ് ടു ഫെച്ച് ഫയർ വുഡ്. എന്താണ്? ഒരു ദിവസം വ്യാപാരി ഇവാനെ വിറക് കൊണ്ടുവരാനായിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. സൂൺ ദ വിൻഡ്സ് റോസ്, ദ സ്കൈ ബിക്കം ക്ലൗഡഡ്. എന്താണ്? പെട്ടെന്ന് ആകാശത്ത് മേഘങ്ങളുണ്ടായി, ആകാശം മേഘാവൃതമായി, ഇടിയും മിന്നലും ഉണ്ടായി. ദ തണ്ടർ റോഡ് ലൗലി ആൻഡ് ദ റെയിൻ ഫെൽ ഹെവിലി. പെട്ടെന്ന് തന്നെ ശക്തമായ മഴ പെയ്യാൻ ആരംഭിച്ചു. ഇവാൻ സൂൺ റാൻ ടു ദ ഷെൽട്ടർ ഓഫ് എ ലാർജ് ട്രീ. ഇവാൻ എന്ത് ചെയ്തു? ഒരു വലിയ മരത്തിൻ്റെ കീഴിലേക്ക് പോയി നിന്നു. ഒരു ഷെൽട്ടറിന് വേണ്ടി, ഒരു അഭയത്തിന് വേണ്ടി ഇവാൻ വലിയൊരു മരത്തിൻ്റെ കീഴിൽ പോയിട്ട് നിന്നു. ഹി സോ എ ബിഗ് നെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ച്. അതിൻ്റെ ഒരു കൊമ്പിൽ വലിയൊരു കൂട് ഇവാൻ കണ്ടു. ഫോർ സ്മാൾ ബേർഡ്സ് വെർ ദർ ഇൻ ദ നെസ്റ്റ് ആൻഡ് ദർ വാസ് നോ വൺ ടു പ്രൊട്ടക്ട് ദം ഫ്രം ദ വിൻഡ് ആൻഡ് ദ റെയിൻ. 4 പക്ഷിക്കുട്ടികൾ
പക്ഷിക്കുഞ്ഞുങ്ങൾ ആ കൂട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഈ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും അവയെ രക്ഷപ്പെടുത്താൻ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവാൻ ഫെൽറ്റ് പിറ്റി ടു ദം. അവയെക്കുറിച്ച് ആലോചിച്ച് ഇവാന് സങ്കടമുണ്ടായി. ഹി ക്ലൈംബ്ഡ് ദ ട്രീ ആൻഡ് കവേർഡ് ദ ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. അവൻ ആ മരത്തിലേക്ക് ഓടിക്കയറുകയും എന്നിട്ട് അവൻ്റെ ഡ്രസ്സ് കൊണ്ട് അവയെ പുതപ്പിക്കുകയും ചെയ്തു. When the thunderstorm was over, the mother bird came back. ഈ കാറ്റും മഴയൊക്കെ അവസാനിച്ചപ്പോൾ ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മ When the thunderstorm was over, the mother bird came back. ഈ കാറ്റും മഴയൊക്കെ അവസാനിച്ചപ്പോൾ ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മ തിരിച്ചെത്തി. വാട്ട് വുഡ് ദ മദർ ബേർഡ് ഡു? എന്താണ് മദർ ബേർഡ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ നോക്കൂ, ദ ടീച്ചിങ് ബേർഡ്. ദ ടീച്ചിങ് ബേർഡ്. മദർ ബേർഡ് പറയുകയാണ്, താങ്ക് യു ഇവാൻ. മദർ ബേർഡ് വരുമ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? ഇവാൻ മരത്തിൽ കയറി തൻ്റെ ഡ്രസ്സ് കൊണ്ട് കുട്ടികളെ, ആ പക്ഷിക്കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് ഇരുത്തുന്ന കാഴ്ചയാണ് മദർ ബേർഡ് കണ്ടത്. അപ്പോൾ അതിനുവേണ്ടി മദർ ബേർഡ് എന്ത് ചെയ്യാണ്? താങ്ക്സ് പറയാണ്. താങ്ക് യു ഇവാൻ, യു പ്രൊട്ടക്റ്റഡ് മൈ little children from cold and rain, and I wish to do something for you. Tell me, what can I do for you? അപ്പോൾ അമ്മക്കിളി പറയാണ്, ഞാൻ വരുമ്പോഴേക്കും നീ എൻ്റെ കുട്ടികളെ സംരക്ഷിച്ചു, മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ സംരക്ഷിച്ചു പിടിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? ഇവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. സംസാരിക്കുന്ന ഒരു പക്ഷിയെ കണ്ടപ്പോൾ ഇവാൻ വളരെയധികം സർപ്രൈസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതപ്പെട്ടു. ഇവാൻ ആൻസേർഡ്. ഇവാൻ മറുപടി കൊടുത്തു. യു നോ അവർ ലാംഗ്വേജ്. അപ്പോൾ ഞങ്ങളുടെ ഭാഷയൊക്കെ നിനക്കറിയുമോ? വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. നീ എനിക്ക് പക്ഷികളുടെ ഭാഷ പഠിപ്പിച്ചു തരുമോ എന്ന് ഇവാൻ ചോദിച്ചു. നീ എനിക്ക് ഞങ്ങളുടെ ഭാഷയൊക്കെ നിനക്കറിയോ, നിന്റെ ഭാഷ എന്നെ പഠിപ്പിക്കുമോ എന്ന് ഇവാൻ ചോദിച്ചു. അപ്പം എന്താണ്? സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു ഷാൾ നോ ഇറ്റ് ആസ് വി ഡു. നീ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കണം, അപ്പോൾ ഞങ്ങളുടെ ഭാഷ നിനക്ക് മനസ്സിലാവും. ഇവാൻ റിമൈൻഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഇവാൻ എന്ത് ചെയ്തു? കുറച്ച് ദിവസം കൂടി ആ കാട്ടിൽ തങ്ങി. ഹി ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദ മദർ ബേർഡ്. ആ അമ്മക്കിളിയിൽ നിന്നും ഇവാൻ പക്ഷികളുടെ ഭാഷ വശമാക്കി, അല്ലെങ്കിൽ പഠിച്ചെടുത്തു. ഇവാൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. ഇവാൻ എന്ത് ചെയ്തു? വീട്ടിലേക്ക് തന്നെ പക്ഷികളുടെ ഭാഷയൊക്കെ പഠിച്ച ശേഷം വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോയി. ഹൗ മെനി ലാംഗ്വേജസ് ഡു യു നോ? നിങ്ങൾക്ക് എത്ര ഭാഷ അറിയാം? ഡു യു സ്പീക്ക് വിത്ത് യുവർ പെറ്റ്സ്? ഹൗ? നിങ്ങൾ നിങ്ങളുടെ പെറ്റായ കിളികളോട് സംസാരിക്കാറുണ്ടോ എന്നുള്ളൊക്കെ 2 ചോദ്യം അവിടെ ഉണ്ട്. അടുത്തത് ദ സീക്രട്ട്. ദ സീക്രട്ട് നോക്കൂ, എന്താണ് പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്? That night Ivan was listening to the song of the nightingale. ആ രാത്രി ഇവാൻ That night Ivan was listening to the song of the nightingale. ആ രാത്രി ഇവാൻ ആ പക്ഷിയുടെ നൈറ്റിംഗേളിന്റെ, അതായത് രാപ്പാടിയുടെ പാട്ട് കേൾക്കുകയായിരുന്നു. Now he could understand its meaning. ഇപ്പം അവൻ എന്തറിയാം? ആ പക്ഷികളുടെ പാട്ടിന്റെ അർത്ഥം അറിയാം. ഇവാൻ സ്പോക്ക് ടു ദ ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്. ഇവാന് ആ പക്ഷിയോട് സംസാരിക്കാൻ അറിയാം, അല്ലേ? ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? അതായത് നീ എങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷ പഠിച്ചത്? ഫ്ലൈയിങ് ടുവേർഡ്സ് ദ നൈറ്റിംഗേൾ ആസ്ക്ഡ്. പറക്കാൻ തുടങ്ങുമ്പോൾ ഈ നൈറ്റിംഗേൾ ചോദിച്ചു, നീ എങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷ പഠിച്ചെടുത്തത്? ഇവാൻ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൾ. ഇവാൻ എന്ത് ചെയ്തു? ആ നൈറ്റിംഗേളിനോട്, ആ രാപ്പാടിയോട് കഥ മുഴുവനും പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് ഇവാൻ ഈ ഭാഷ പഠിച്ചെടുത്തതെന്നുള്ളതിൻ്റെ സ്റ്റോറി മുഴുവനും പറഞ്ഞു കൊടുത്തു. ഐ ഹാവ് എ സീക്രറ്റ് ടു ടെൽ യു, ദ ബേർഡ് സെഡ്. ഞാൻ നിന്നോട് ഒരു രഹസ്യം പറഞ്ഞു തരാം. വാട്ട് ഈസ് ഇറ്റ്? ഇവാൻ ആസ്ക്ഡ്. അതെന്താണ്? ഇവാൻ തിരിച്ചു ചോദിച്ചു. ദ ബേർഡ് വിസ്പേർഡ് ദ സീക്രറ്റ് ദ ഇവാൻസ് ഇയേഴ്സ്. പക്ഷി ഇവാന്റെ ചെവിയിൽ ഒരു സ്വകാര്യം മന്ത്രിച്ചു. ഇവാൻ ദ മെർച്ചന്റ് കോൾഡ് ഹിം. അപ്പോഴാണ് വ്യാപാരി ഇവാനെ വിളിച്ചത്. ഇവാൻ എന്ന് വിളിച്ചു. ദ നൈറ്റിംഗേൾ ഫ്യൂ എവേ. അപ്പോൾ ആ രാപ്പാടി പറന്നുപോയി, ദൂരേക്ക് പറന്നുപോയി. അടുത്തെന്താ? എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ.
അടുത്ത ഭാഗത്തിൻ്റെ പേര് സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. ഹൂ വേർ യു ടോക്കിംഗ് ടു ദ മർച്ചൻ്റ് ആസ്ക്ഡ്. അപ്പോൾ ഇവാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് വന്ന വ്യാപാരി ഇവാനോട് ചോദിക്കുകയാണ്, നീ ആരോടാണ് വർത്തമാനം പറഞ്ഞത്? ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ. ഞാൻ സംസാരിച്ചിരുന്നത് ആരോടാണ്? ഞാനൊരു രാപ്പാടിയോടാണ് സംസാരിച്ചത്. ഇവാൻ റിപ്ലൈഡ്. ഇവാൻ മറുപടി കൊടുത്തു. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? നീ ഒരു നൈറ്റിംഗേളിനോട് സംസാരിക്കുകയായിരുന്നോ? എങ്ങനെയാണ് നിനക്കതിന് സാധിച്ചത്? ഐ ഹാവ് ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഞാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ടുണ്ട്. ദ മെർച്ചൻ്റ് സ്റ്റാർട്ടഡ് അറ്റ് ഇവാൻ ഡിസ്ബിലീഫ്. വാട്ട് വെർ യു ടോക്കിംഗ് അബൌട്ട്? ആസ്ക്ഡ് ദ മെർച്ചൻ്റ് ആഫ്റ്റർ എ മൊമെൻറ്റ്. നിനക്ക് എങ്ങനെയാണ് അവരോട് സംസാരിക്കാൻ പറ്റുക? എന്താണ് ആ പക്ഷി നിന്നോട് പറഞ്ഞത്? ഇവാൻ വാസ് വറീഡ്. ഇവാൻ വിഷമിച്ചു. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. ഇവാൻ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഇടറിയ ശബ്ദത്തോടു കൂടി പറഞ്ഞു, ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. എന്താണ് നൈറ്റിംഗേൾ പറഞ്ഞത്? ഞാനൊരു ദിവസം രാജാവാകുകയും യജമാനനൊരിക്കൽ എന്താവും? എൻ്റെ സെർവൻ്റായി മാറുകയും എൻ്റെ വേലക്കാരനായി മാറുകയും ചെയ്യുമെന്നാണ് ആ നൈറ്റിംഗേൾ പറഞ്ഞത് എന്ന് ഇവാൻ വ്യാപാരിയോട് പറഞ്ഞു. അടുത്ത പാർട്ട് എന്താണ്? ഇൻ ടു ദ ഡീപ്പ് സീ. നോക്കൂ. ദ മെർച്ചൻ്റ് വാസ് വറീഡ് ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. മെർച്ചൻ്റ് വളരെ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. വൺ നൈറ്റ് ദ മെർച്ചൻ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. ഒരു ദിവസം മെർച്ചൻ്റ് ഇവാന് കുടിക്കാൻ കൊടുത്ത ഡ്രിങ്കിൽ എന്തോ ചേർത്തു. വെൻ ഇവാൻ ഹാഡ് ഫോളൻ എ സ്ലീപ്പ്. അപ്പോൾ മുതൽ ഇവാൻ ഉറങ്ങാൻ തുടങ്ങി. ദ മെർച്ചൻ്റ് ലൈഡ് ഹിം ഓൺ എ ബോട്ട്. മെർച്ചൻ്റ് വ്യാപാരി ഇവാനെ ഒരു ബോട്ടിൽ കയറ്റി. ഈ സ്പ്രെഡ് ദ വൈറ്റ് സെയിൽ ആൻഡ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. എന്നിട്ട് ആ ബോട്ടിനെ എന്ത് ചെയ്തു? കടലിലേക്ക് തള്ളിവിട്ടു. ഇതാണ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.